പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ നക്ഷത്രത്തിൽ പിറന്നവരെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, അപ്രതീക്ഷിത സാമ്പത്തിക വളർച്ച നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക വളർച്ച മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങൾ ഒട്ടനവധി സൗഭാഗ്യങ്ങളും കാത്തിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാ നക്ഷത്ര ജാതകരെക്കുറിച്ചും ഒന്ന് അറിയാം. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും അവരെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ മാറ്റത്തിലൂടെ ഒരു സാമ്പത്തിക പുരോഗതിക്ക് വഴി തുറക്കുകയാണ് വരുന്ന മാസത്തിൽ. സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ ഒട്ടനവധി വഴികൾ ഇവർക്ക് തെളിയും. ഗുണകരമായ കൂട്ടുകെട്ട് ജീവിതത്തിൽ വന്നു ചേരും. മാതൃസ്വത്തിന് യോഗം. വിദ്യാഭ്യാസ വകുപ്പിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഔദ്യോഗിക മേന്മ. ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. കലാരംഗത്തുള്ള വിഷമതകൾ മാറും. സന്താനത്തിൻ്റെ മംഗല്യ കാര്യത്തിൽ തീരുമാനം ആകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം. വാഹന വായ്പ എടുക്കാനും അവസരങ്ങളുണ്ടാകും. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ടിവ്രതം, ഭസ്മാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവി ലഭിക്കാനുള്ളൊരു യോഗമുണ്ട്. ദൂരദേശത്ത് നിന്നും സാമ്പത്തിക സഹായ സാധ്യതകൾ തെളിയും. മംഗളകാര്യത്തിന് അനുകൂല സമയമാണ്. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴികൾ സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്തും. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗമുണ്ട്. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്തും. പൊതുരംഗത്ത് മലക്കം മറിയുന്ന ചില സാഹചര്യങ്ങൾ കൂടി കാണുന്നു. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുകയാണ്. ശുഭകാര്യ യോഗം. മത്സരരംഗത്ത് നേട്ടം. ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടും സാധിക്കും. കോടതി കാര്യങ്ങളിൽ സമാധാനപരമായിട്ടുള്ളൊരു നടപടി പ്രതീക്ഷിക്കാം. ഗൃഹപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം. നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് ഈ സമയത്ത് നഷ്ടക്കച്ചവടത്തിൽ ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കാൻ ശ്രദ്ധിക്കണം. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്നും സന്തോഷ വാർത്ത കേൾക്കുന്നതിനും അവസരങ്ങളുണ്ട്. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിക്ക് അനുകൂല സമയം. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടാൻ സാധിക്കും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് യോഗം കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം കൂടും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും.
മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. അഭിഭാഷക രംഗത്തും നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്തു നിന്ന് ശുഭവാർത്ത കേൾക്കാൻ യോഗം. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാകുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമേകും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. കടബാധ്യതകൾ തീർക്കുന്നതിന് നല്ല സാധ്യതകൾ ഉണ്ട്. അതിനായിട്ട് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്തു നിന്ന് സഹായം ലഭിക്കും. വ്യാപാര ഭാഗ്യം ഇവർക്ക് കൂടുതലായിട്ടുണ്ട്. ഇതിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും പ്രതിസന്ധികൾ തരണം ചെയ്യാനും സാധിക്കും. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കുന്നതിലൂടെ ഒരു വിലപിടിപ്പുള്ള സമ്മാനം ഇവർക്ക് കിട്ടും. പ്രണയബന്ധങ്ങൾ ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൂരദേശത്ത് തൊഴിൽ വാഗ്ദാനം സഫലമാകും. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകൾ കുറയും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവിൻ്റെ സമയമാണ്. തൊഴിൽ സ്ഥലത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് സഹായം ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി വിജയിക്കും. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. സർക്കാർ തലത്തിൽ ചില അംഗീകാരങ്ങൾ സിദ്ധിക്കും. വൻകിട സ്ഥാപനത്തിൽ അവസരം ലഭിക്കും. സിനിമാ രംഗത്ത് വഴിത്തിരിവിൻ്റെ കാലം കൂടിയാണ്. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് വെണ്ണ, ത്രിമധുരം, അർച്ചന, ഹാരം, ശാസ്താവിന് നീരാജനം, മുഖക്കാപ്പ്, അർച്ചന, നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തും. ആരോഗ്യ മേഖലയിൽ അംഗീകാരം. കലാരംഗത്ത് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. അന്യദേശത്ത് കർമ്മരംഗത്ത് ഗുണകരമായ ചുവടുമാറ്റങ്ങൾ നടത്തും. ഔദ്യോഗിക വിഷമതകളിൽ നിന്ന് മോചനം. വിദേശത്ത് ശുഭകാര്യങ്ങളിൽ പങ്കാളിയാകാൻ അവസരം. ഉപരിപഠന വിജയം. തർക്കവിഷയങ്ങളിൽ ഒത്തുതീർപ്പാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. സന്താനത്തിന് ആഗ്രഹിച്ച മംഗല്യഭാഗ്യം ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൽ പുതിയ പദവികൾ അലങ്കരിക്കുന്നതിന് യോഗം വരും. പ്രണയബന്ധങ്ങൾ ആർഭാടം ഇല്ലാതെ കല്യാണത്തിൽ കലാശിക്കും. സന്താനത്തിന് ഇൻ്റർവ്യൂവിന് മികച്ച ഒരു ജോലിക്ക് ഭാഗ്യമുണ്ട്.
അതിഥി സൽക്കാരം കെങ്കേമമാക്കും. ഔഷധ സേവ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. ആഗ്രഹിച്ചൊരു ജോലി സ്വന്തമാക്കുന്നത് ഏറ്റവും സന്തോഷവും നൽകും. ഇവർ ദോഷപരിഹാരത്തിന് മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, ധാര, പിൻവിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.